ചിന്തയില്ലാത്തവരുണ്ട്, അതേ ഇൽമു പഠിക്കാത്തവരുണ്ട്. അല്ലാഹുവേ, അവർക്കൊക്കെ നീ സന്മാർഗത്തിന്റെ വെളിച്ചം കൊടുത്ത് ഭിന്നിപ്പിക്കൽ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഐക്യത്തിന്റെ പ്രസ്ഥാനമായ സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വരാൻ അവർക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. സർവ്വരംഗങ്ങളിലും സർവ്വസ്ഥലങ്ങളിലും ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പുത്തനാശയക്കാർ അവരാരെയൊക്കെയാണ് ഇൻസൾട്ടാക്കിയത്? അന്ന് ഇസ്ലാം ദീന് കൊണ്ടുവന്ന് പ്രചരിപ്പിച്ച മാലിക് ഇബ്നു ദീനാറിനെ അവർ ഇൻസൾട്ടാക്കിയില്ലേ? ഉമർ ഇബ്നുൽ ഖത്താബ് ഇസ്ലാമിൽ ഇല്ലാത്തതുണ്ടാക്കി എന്ന് 20 റക്അത്ത് തറാവീഹിനെ വിമർശിച്ചുകൊണ്ട് അവർ ലോകത്തെ പഠിപ്പിച്ചില്ലേ? അതുപോലെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വെള്ളിയാഴ്ച ദിവസം ബിദ്അത്ത് നടപ്പാക്കിയെന്ന് അവർ ലോകത്തെ പഠിപ്പിച്ചില്ലേ? എന്തിനധികം പറയണം, അല്ലാഹുവിന്റെ റസൂല് ചെയ്യാത്ത ഒരു പുണ്യകർമ്മവും ചെയ്യാൻ പാടില്ല എന്നൊരു പുതിയ വാദം ഉന്നയിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഖുർആൻ മുഴുവനും എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അത് 30ഉം ഒന്നായി എഴുതി വെച്ച മുസഹഫ് നോക്കി ഓതുന്ന സമ്പ്രദായം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തില്ല. അതൊന്നായി എഴുതി വെക്കുക എന്ന കാര്യം തുടങ്ങി ചെയ്തത് തന്നെ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലാണ്. ഇസ്ലാമിൽ നബി ചെയ്യാത്തതൊന്നും ചെയ്യാൻ പാടില്ല എന്ന വാദത്തിലൂടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും അവർ ഇൻസൾട്ടാക്കിയില്ലേ? സുബ്ഹാനല്ലാഹ്. വഫാത്തായി കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് എന്ന് ബി അബീ അൻത വ ഉമ്മീ യാ നബിയല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് അല്ലാഹുവിന്റെ റസൂലിനോട് സംസാരിച്ചുകൊണ്ട് വഫാത്തിന്റെ ശേഷവും നബിയെ വിളിക്കാം, നബിയോട് പറയാം എന്ന് ലോകത്തെ പഠിപ്പിച്ച മഹാനായ അബൂബക്കർ സിദ്ദീഖ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസിലുള്ളതല്ലേ അത്? ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മരണപ്പെട്ടു പോയവരെ വിളിച്ച് പറയുന്ന ആളുകൾ വിഡ്ഢികളാണെന്ന് പറഞ്ഞ് സിദ്ദീഖുൽ അക്ബറിനെ അവര് വിഡ്ഢികളെ ലിസ്റ്റിൽ പെടുത്തിയില്ലേ? ആകയാൽ സ്വന്തം ബാപ്പയെ മാത്രമല്ല, ഉപ്പാപ്പയെ മാത്രമല്ല, പള്ളിയിലെ കാവിയെ മാത്രമല്ല, നാട്ടിലെ കാരണവന്മാരെ മാത്രമല്ല, നാട്ടിലെ അലിമീങ്ങളെയും മുതഅല്ലിമീങ്ങളെയും മാത്രമല്ല, സർവ്വ ഇമാമീങ്ങളെയും അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് സഹായം തേടിയ സർവ്വ ഇമാമീങ്ങളെയും സർവ്വ സഹാബികളെയും സർവ്വ അമ്പിയാക്കളെയും എല്ലാവരെയും അവർ ഇൻസൾട്ടാക്കിയില്ലേ? ചോദിക്കട്ടെ, ഇങ്ങനെ അല്ലാഹു ബഹുമാനിച്ച മുഴുവൻ ആളുകളെയും നിസ്സാരപ്പെടുത്തുന്ന ഒരു കക്ഷി ഈമാനോടെ ഭരിക്കുമെന്ന് ആരുടെയെങ്കിലും മനസ്സിൽ തോന്നുന്നുണ്ടോ? അതിന് വകുപ്പില്ല കേട്ടോ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇത് പേരോടിന്റെ വകയിലല്ല, സഹീഹുൽ ബുഖാരിയിലെ ആവർത്തിച്ചുള്ള ഹദീസാണ്. മൻ അഹദസ, വല്ലവനും പുത്തൻ വാദിയായാൽ, സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പടിയിറങ്ങിയാൽ, സുന്നി എന്ന ആദർശത്തിൽ നിന്ന് പുറത്തു പോയാൽ, മൻ അഹദസ ഔ ആവാ മുഹദിസൻ, അല്ലെങ്കിൽ പുത്തനാശയക്കാരനാകണമെന്നില്ല. ഈ നിലക്കുള്ള ഈ ഇൻസൾട്ടാക്കുന്ന പദ്ധതിക്കാരനായ പുത്തനാശയക്കാരനെ, അമ്പിയാക്കളെയും മൗലിയാക്കളെയും നിസ്സാരപ്പെടുത്തുന്നവരെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിനെ ഇൻസൾട്ടാക്കുന്നവരെ, ഇന്നുവരെയുള്ള മുസ്ലിമീങ്ങളെ മുശ്രിക്കും കാഫിറും മുബ്തദിയുമായി പ്രഖ്യാപിക്കുന്നവരെ ആരെങ്കിലും പിന്തുണച്ചാൽ സ്വന്തം സുന്നി തന്നെ, പക്ഷെ അവരെ പിന്തുണക്കുന്നുണ്ട്, അവരെ ബഹുമാനിക്കുന്നുണ്ട്, അവർക്ക് ഒത്താശ ചെയ്യുന്നുണ്ട്, അവർക്ക് സഹായം ചെയ്യുന്നുണ്ട്, അവർക്ക് അഭയം നൽകുന്നുണ്ട്. അങ്ങനെ ഒരു മനുഷ്യനായി പോയാൽ സുന്നിയാണെങ്കിൽ തന്നെ
അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടും ഒരേ അർത്ഥത്തിൽ കൂട്ടിയിട്ടാ പറയുന്നത്. മൻ അഹദസ, വല്ലവനും പുത്തൻവാദിയായാൽ, ഔ ആവാ മുഹദിസൻ, അല്ലെങ്കിൽ പുത്തൻവാദിയെ കൂട്ടിപ്പിടിച്ചാൽ, പുത്തൻവാദിക്ക് അഭയം നൽകിയാൽ, പുതിയ ആശയക്കാരന് അവൻ ആവശ്യമുള്ള ഒത്താശ ചെയ്താൽ, ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ഇനി പാവപ്പെട്ടവന്റെ നാവ് കൊണ്ട് പറഞ്ഞതല്ല കേട്ടോ, അത് ഉദ്ധരിക്കുകയാണ് ഈ സാധുവായ ഞാൻ. അല്ലാഹുവേ, നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് പറഞ്ഞ വാക്ക് ഈ പാവപ്പെട്ടവന്റെ നാവ് കൊണ്ട് പറയാൻ നീ അവസരം തന്നു. അൽഹംദുലില്ലാഹ്. അവിടുത്തെ നാവ് കൊണ്ട് പറഞ്ഞ കാരണത്താൽ ഈ നാവിലും അത് കേൾക്കുന്ന മുഅ്മിനീങ്ങൾക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ ഭാഗ്യം തരണേ റഹ്മാനേ. മൻ അഹ്ദസ ഔ ആവാ മുഹദിസൻ, വല്ലവനും പുത്തനാശയക്കാരനായാൽ, ഔ ആവാ മുഹദിസൻ, അല്ലെങ്കിൽ പുത്തനാശയക്കാരൻ അഭയം നൽകിയാൽ, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവൻ അല്ലാഹുവിന്റെ ശാപമുണ്ട്. വൽ മലായിക, മലക്കുകളെ ശാപമുണ്ട്. വന്നാസി അജ്മഈൻ, സർവമഹാന്മാരായ ജനങ്ങളുടെയും ശാപമുണ്ട്. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദിലാ, അവന്റെ ഒരു ഫർളും അല്ലാഹു സ്വീകരിക്കൂല. അവൻ 5 നേരം നിസ്കരിച്ചാൽ അല്ലാഹു സ്വീകരിക്കൂല. അവന്റെ റമദാൻ നോമ്പ് അല്ലാഹു സ്വീകരിക്കൂല. അവന്റെ സകാത്ത് അല്ലാഹു സ്വീകരിക്കൂല. അവന്റെ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കൂല. അവന്റെ ഒരു ഫർളും സുന്നത്തും അല്ലാഹു സ്വീകരിക്കൂല. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദിലാ. 1400ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഉമ്മത്ത് പരാജയപ്പെട്ടു പോകരുതെന്ന അങ്ങേയറ്റത്തെ നിർബന്ധം കൊണ്ട് സ്വന്തം ശരീരത്തിന്റെ ആരോഗ്യം വകവെക്കാതെ, സ്വന്തം ശരീരത്തിന് ഏറി കിട്ടുന്നത് ശ്രദ്ധിക്കാതെ, സ്വന്തം ശരീരത്തിന്റെ മുമ്പല്ല് പൊട്ടിത്തെറിക്കുമ്പോ അത് വകവെക്കാതെ, അവിടുത്തെ തലപൊട്ടി ചോര ഒലിക്കുമ്പോ അതിന് വില കൽപ്പിക്കാതെ, ഈ സമുദായം നന്നാകണമെന്ന് ആഗ്രഹിച്ച് ചോരയില്ലതാ ശത്രുക്കൾ മുക്കിയപ്പോഴും ക്ഷമിച്ചുകൊണ്ട് പ്രബോധന പ്രവർത്തനം നടത്തിയ റഹ്മത്തുല്ലിൽ ആലമീൻ, ഖായിദുൽ ഹുർരിൽ മുഹജ്ജലീൻ, ശഫീഉൽ മുദ്നിബീൻ, മൽജഉൽ ഫുഖറാഇ വൽ മസാകീൻ, ആഖിദു ഐദീനാ وملجأنا شفيع الورى محمد رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്തിന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, അല്ലാഹുവിന്റെ ലഅനത്ത് ലഭിക്കാതിരിക്കാൻ അറിയാമല്ലോ സുഹൃത്തുക്കളെ. അതേ ആദം നബിയെ ഇൻസൾട്ടാക്കിയ ഇബ്ലീസിനോട് ഇന്ന അലൈക ലഅനതി ഇലാ യൗമിദ്ദീൻ, എന്റെ ലഅനത്തിനെ കൊണ്ടെന്നല്ലേ പറഞ്ഞത്. ആ അല്ലാഹുവിന്റെ ലഅനത്തിന് കാരണമാകാതിരിക്കാൻ, അമ്പിയാക്കളെയും മലക്കുകളെയും ലഅനത്തിന് പാത്രമാകാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ വാക്ക്, ഓ മുസ്ലിമീങ്ങളെ, നിങ്ങളെ ഖൽബിൽ ഓർമ്മ വേണേ. ഈമാൻ അല്ലാഹു തന്ന സമ്പത്താണ്. അത് നശിച്ചാൽ അതിന് പകരം മറ്റൊന്ന് ലഭിക്കാനില്ല. ഓ സഹോദരന്മാരെ, നമ്മളുടെ ഈമാൻ അതാണ് നമുക്ക് ഏറ്റവും വലുത്. അതിന് കേടുവരുന്ന ഒരു വിഷയത്തിലും നമ്മൾ പെട്ടുപോകരുത്.